friends, welcome to Biyas kitchen. ഞാൻ ഇവിടെ ചെയ്യുന്നത് ഒരു ചോക്ലേറ്റ് സിറപ്പ് റെസിപ്പിയാണ്. കൊക്കോ പൗഡർ ഉപയോഗിച്ച് സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന സെയിം ടേസ്റ്റിലും സ്ട്രക്ചറിലും ചോക്ലേറ്റ് സിറപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് കടയിൽ നിന്ന് മേടിക്കുന്ന ആ ടേസ്റ്റിൽ സ്ട്രക്ചറിൽ എങ്ങനെ വീട്ടിൽ റെഡിയാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ മേടിച്ചിരിക്കുന്ന കൊക്കോ പൗഡർ ഹെർഷീസ് കൊക്കോ പൗഡറാണ്. നാച്ചുറൽ ആൻഡ് സ്വീറ്റൻഡ് ആണ് ഇതിലേക്കായിട്ട് ഉപയോഗിക്കുന്നത്. കൊക്കോ പൗഡർ 3 ടേബിൾ സ്പൂൺ, പഞ്ചസാര 1 കപ്പ്, വെള്ളം 2 കപ്പ്. മെഷർമെൻറ്റ് കപ്പിൽ 2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് റെഡിയാക്കി എടുക്കാം. ആദ്യം നമുക്ക് ഈ കൊക്കോ പൗഡർ ഒന്ന് അരിച്ചെടുക്കണം. കട്ടകളില്ലാതെ നല്ലപോലെ അരിച്ചെടുക്കാം. ഇതിനായിട്ടൊരു പാൻ എടുത്ത് അതിലേക്ക് എടുത്തു വെച്ചിരുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര എടുത്തു വെച്ചത് ചേർക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കൊക്കോ പൗഡർ ചേർക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം വേണം ഫ്ലെയിം ഓൺ ചെയ്യാനായിട്ട്. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇത് കുക്കായി വരുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. സ്പൂൺ ഉപയോഗിച്ച് ഇളക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഇതാവും നല്ല കറക്റ്റായിട്ട് കട്ട പിടിക്കാതെ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല കുറുക്കി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് റെഡിയാക്കാനായിട്ട് 15 മിനിറ്റാണ് എടുത്തത്. ഇത് ഓൺ ചെയ്തത് മുതൽ ഇത് കുക്കായി വരുന്നത് വരെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എങ്കിലാണ് നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ചോക്ലേറ്റ് സിറപ്പ് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒരു ബോട്ടിലേക്കോ അങ്ങനെ എന്തെങ്കിലും കണ്ടെയ്നറിലേക്കോ ഒഴിച്ചു വയ്ക്കാം. തണുത്താറിയതിന് ശേഷം ഇതൊരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ 3 മാസമൊക്കെ കേടാവാതിരിക്കും. കറക്റ്റ് ഈ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഈ ചോക്ലേറ്റ് സിറപ്പ് കറക്റ്റ് പാകമായെന്ന് അറിയാനായിട്ട് അല്പം സിറപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ ചെരിച്ചു കൊടുത്താൽ സാവധാനത്തിലാണ് ക്രീം ഒലിച്ച് വരുന്നതെങ്കിൽ ഇത് പാകമായി എന്നാണ്. അഥവാ ഇതിങ്ങനെ ചരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒലിച്ചിറങ്ങുകയാണെങ്കിൽ ഇത് പാകമായിട്ടില്ല എന്നാണ്. ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ കറക്റ്റിലാണ് ഒലിച്ച് വരുന്നത്. ഇതേ പാകത്തിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പുറത്തു നിന്ന് മേടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡബിൾ വില കൊടുക്കേണ്ടി വരും. ഇതാവുമ്പോൾ നമുക്ക് അതേ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് റെഡിയാക്കാനും പറ്റും. പിന്നെ ഇത് നമ്മൾ അല്പം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കേക്കിനും അതുപോലെ തന്നെ നമ്മൾ വീട്ടിലൊക്കെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിലൊക്കെ ഗാർണിഷ് ചെയ്യാനൊക്കെ നമുക്ക് ഉപകരിക്കും. 3 ഇൻഗ്രീഡിയൻസ് വെച്ച് നല്ല ഫ്രഷ് ആയിട്ടാണ് നമ്മളിത് വീട്ടിൽ റെഡിയാക്കിയിരിക്കുന്നത്. പ്രിസർവേറ്റീവ്സോ അതുപോലെ കളറൊന്നും ചേർക്കാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്മൂത്തി ആയിട്ടുള്ള നല്ല സിറപ്പ് നമ്മളിവിടെ റെഡിയാക്കി കഴിഞ്ഞു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ എൻ്റെ പുതിയ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. പരമാവധി എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഷെയർ ചെയ്യാനും ശ്രമിക്കുക. അതുപോലെ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനും മറക്കരുത്.